KGMCTAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികൾ ദുരിതത്തിലായി. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നടത്തില്ലെന്നാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം ശസ്ത്രക്രിയകൾ കൂടെ മുടങ്ങിയതോടെ നിരവധി രോഗികൾ ആശങ്കയിലാണ്. അനിശ്ചിതകാലത്തേക്ക് അടിയന്തര ശസ്ത്രക്രിയ ഒഴികെ മറ്റെല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെച്ച് KGMCTA സമരം ശക്തമാക്കിയതോടെയാണ് രോഗികൾ വലഞ്ഞത്. അടിയന്തരമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തുന്നതോടെ വാർഡുകളിൽ തീയതി കാത്തിരിക്കുന്ന രോഗികളും ആശുപത്രിയിലേക്ക് എത്തുന്നവരുമാണ് അത്യധികം വേവലാതിയിലായത്. ഇല്ല, അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇവിടെ വന്ന് കൗണ്ടറൊക്കെ കാലിയായി കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണം പറഞ്ഞ് സമരത്തിലാണെന്ന്. ഇത് കെവാറിട്ടതാണ്. അപ്പോൾ 6 ആഴ്ച ഇന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ PG ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് റിമൂവ് ചെയ്ത് തരുവാണെങ്കിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതേസമയം വാർഡുകളിൽ കഴിയുന്ന രോഗികൾ ഗുരുതരാവസ്ഥയിലുള്ള കേസുകൾ എമർജൻസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്തുമെന്നും കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റ് അടിയന്തര ചികിത്സകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയതായും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നും വിട്ടുനിൽക്കും. ഘട്ടം ഘട്ടമായാണ് സമരം ശക്തമാക്കിയതെന്നും സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെന്നുമാണ് KGMCTAയുടെ പരാതി. നമ്മുടെ ആവശ്യം പേ റിവിഷൻ അനോമലി ഉണ്ട്, അത് മാറിക്കിട്ടണം. അരിയേഴ്സ് ഉണ്ട്, അത് ഒന്ന് പരിഹരിച്ച് കിട്ടണം. ഇത് വർഷം 2026 2016 കഴിഞ്ഞ പേ റിവിഷൻ്റെ എന്താ പറയുക ഒരു പീരീഡ് തുടങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത റിവിഷൻ്റെ സമയമായി. അപ്പം കഴിഞ്ഞ റിവിഷനിലെ അപാകതകളൊന്നും പരിഹരിക്കാതെ ഇനി അടുത്തുള്ള പേ റിവിഷനിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് ശമ്പളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിൽ തന്നെ നിൽക്കാനാണ് തീരുമാനം. പക്ഷേ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എമർജൻസി സർവീസായ കാഷ്വാലിറ്റി, ICU, ലേബർ റൂം, പിന്നെ വാർഡിൽ കിടക്കുന്ന രോഗികളെയൊക്കെ നമ്മൾ പരിചരിക്കുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ രോഗികൾക്ക് ഇതുവരെയും ഈ ദിവസം വരെയും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് നമ്മുടെ സമരം കൊണ്ടുപോയത്. എന്നിട്ടും സർക്കാർ നമ്മളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സർവീസുകളും കൂടെ മുടക്കിയുള്ളൊരു സമരമായിരിക്കും നമ്മൾ തീരുമാനിക്കുക. അത് ഞങ്ങളുടെ CEC കൂടി ഞങ്ങൾ തീരുമാനിക്കും. അതിന് സമരം 4 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാക്കാത്തതാണ് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. ജോലിഭാരം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കാനിരുന്നതാണ്. ചർച്ചയോടെ PG ഡോക്ടർമാർ സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ PG ഡോക്ടർമാരും സമരത്തിലേക്ക് നീങ്ങും. ഇത് സർക്കാരിനെയും ആരോഗ്യ മേഖലയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കും. ജനം, കോഴിക്കോട്.